ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി നല്ല സൂപ്പർ ഡിലീഷ്യസ് കോവയ്ക്ക മസാല ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പല രീതിയിൽ കോവയ്ക്ക മസാല ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നല്ല ചപ്പാത്തിയോ ചോറോ എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതിനെ ആദ്യം നമ്മൾ കോവയ്ക്ക നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഈ തരം നമ്മൾ ഇച്ചിരി കണ്ടിച്ച് കളയാം. ഇനി നമുക്ക് ഈ കോവയ്ക്ക ഇച്ചിരി തിന്നായിട്ട് കണ്ടിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഒരു 4 ഭാഗമായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കോവയ്ക്ക നല്ലപോലെ ക്രിസ്പി ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് വെന്തും വരും. കോവയ്ക്കൊക്കെ വേഗം ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇച്ചിരി തിന്നായിട്ട് കണ്ടിക്കുകയാണെങ്കിൽ നമ്മുടെ എളുപ്പമായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടും. കോവയ്ക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചേക്കാം. പാനിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കോവയ്ക്കായിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ഫ്രൈ ആവണം. അതേ രീതിയിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് വെക്കാം. ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം. നല്ലപോലെ ഫ്രൈ ആയി ഇച്ചിരി ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്യാം. കോവയ്ക്ക ഇച്ചിരി വേഗം സമയം എടുക്കും. അപ്പോൾ ഒരു മിനിമം ഒരു 8 മുതൽ 10 മിനിറ്റ് ഇത് എടുക്കുമായിരിക്കും. ഒരു 10 മിനിറ്റ്സ് ആവുമ്പോൾ നല്ലപോലെ ഇതിൻ്റെ കളറൊക്കെ മാറി കണ്ടോ. ഇപ്പോൾ തന്നെ കളർ മാറി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഇച്ചിരി കൂടി ക്രിസ്പി ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ക്രിസ്പി ആയാൽ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം. ഓൾമോസ്റ്റ് നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ ഇച്ചിരി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നമ്മുടെ കോവയ്ക്കൊക്കെ ആ ഉപ്പിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി നമ്മൾ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഇച്ചിരി ചതച്ചെടുത്ത് ഇതിലിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് വന്നിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മുടെ ഉപ്പിൻ്റെ ആ ടേസ്റ്റ് തന്നെ കോവയ്ക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മസാല ആക്കി വരും. അപ്പോൾ ഇനി അടിപൊളിയാവും. അപ്പോൾ ഇത് നമ്മൾ മാറ്റി സൈഡിൽ വെച്ചേക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി എടുക്കാം. നമ്മൾ ഓയിൽ ചൂടായി കഴിഞ്ഞ് ഒരു മീഡിയം സൈസ് സവോള എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. സവോളയൊക്കെ നല്ലപോലെ വാട്ടിയെടുക്കാം. സവോളയുടെ കൂടെ നമ്മൾ ഇച്ചിരി വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്യാം. നമുക്ക് സവോള ഒത്തിരി വേകണമെന്നില്ല. ജസ്റ്റ് ആ ഒരു സോഫ്റ്റായി വരുന്ന രീതിയിൽ ആയാൽ മതി. ഇച്ചിരി ഒരു കളർ മാറുന്ന രീതിയിൽ ആയാൽ മതി. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ സവോള നല്ലപോലെ വാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് ഇച്ചിരി മഞ്ഞളാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ഈ ഫ്രഷ് മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞൾ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ പൊടി ഇടാം. ഒരു പ്രാവശ്യം മഞ്ഞൾ നല്ലപോലെ മിക്സ് ആക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി മസാല ഇടാം. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ഇടാം. ഇച്ചിരി ഉപ്പ് ഇടുകയാണ്. നമുക്ക് ഓൾറെഡി കോവയ്ക്കയിൽ ഉപ്പുണ്ടല്ലോ. അപ്പോൾ അത് രീതിയിൽ ഉപ്പിട്ടാൽ മതി. 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് ഇനിയിപ്പോൾ നല്ലപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ സ്ലോ ഗ്യാസിൽ തന്നെ ചെയ്യണം. 1 മിനിറ്റ് മാത്രം നമ്മൾ ഈ മസാല നല്ലപോലെ ഫ്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മസാല ഈ കഴിയാതെ ഇരിക്കും. അപ്പോൾ അതിൽ ഒരു ഇച്ചിരി വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഇട്ടാൽ മതി. നല്ലപോലെ മിക്സ് ആക്കുക. പിന്നെ ഈ എണ്ണ തെളിയുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ മസാല നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഇടാൻ പോകുന്നത് തക്കാളി. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് നമ്മൾ ഇതിലിടുന്നത്. തക്കാളി ഇട്ട് അത് മിക്സ് ആക്കാം നല്ലപോലെ. തക്കാളി നമ്മളിങ്ങനെ ആ കോവയ്ക്കാൻ്റെ ഷേപ്പിൽ തന്നെ സ്ലൈസസ് ആയിട്ട് കണ്ടിച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞ് ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച് കോവയ്ക്ക ഇടാം. നല്ലപോലെ കോവയ്ക്ക മസാലയിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ നല്ലപോലെ കോവയ്ക്ക ഈ മസാലയിൽ കോട്ടാവുന്ന രീതിയിൽ സ്ലോ ആയിട്ട് നമുക്ക് മിക്സാക്കി നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കോവയ്ക്ക നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇത് മൂടി വെക്കുക. മൂടി വെക്കുകയാണെങ്കിൽ നമ്മുടെ കോവയ്ക്കൻ്റെ മസാലയുടെ കൂടെ ഒരു നല്ല മിക്സപ്പായി ഫ്രഷ് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ 2 മിനിറ്റ് കഴിഞ്ഞ് കോവയ്ക്ക ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കോവയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ വേറെ ഒരു കറി വേണ്ടാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. അതേ രീതിയിൽ നമുക്ക് ചോറാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ പുതിയ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ റെസിപ്പി ലൈക്ക് ചെയ്യണം. നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്.